ഉദ്യോഗസ്ഥരെ കൂട്ടിപ്പിടിച്ച് മലപ്പുറം നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരുള്ള 3 വാർഡുകൾ, വാർഡ് 4 കള്ളാടിമുക്ക്, വാർഡ് 31 ഇത്തിൾപറമ്പ്, വാർഡ് 32 മുതവത്തുപറമ്പ്, ഇങ്ങനെയുള്ള 3 വാർഡുകളിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരമാണ് കൃത്യമായി അതിന് വിവരം കിട്ടിയത്. ഞങ്ങൾ അതിന് രേഖകളുമായി ഇവിടുത്തെ ഭരണ സംവിധാനത്തെ സമീപിച്ചപ്പോൾ ERO അടക്കമുള്ള ആളുകൾ സ്ഥലത്തില്ലെന്നും അതുകൊണ്ട് തന്നെ തരാൻ പറ്റില്ലെന്നും ഞങ്ങൾ പറഞ്ഞത്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രേഖകൾ നിഷേധിക്കുന്നത്? അതേപോലെ UDF-ന് മലപ്പുറം നഗരസഭയിൽ ഇതിന്റെ രേഖകൾ നിഷേധിച്ചപ്പോൾ ഞങ്ങൾ നെറ്റിൽ നിന്നും അതാത് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഈ പത്രങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കുട്ടികളുടെ പേരുകൾ 2006 ജനുവരി 1-നാണ് ഇലക്ഷൻ കമ്മീഷൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ. 2001-2025 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾ 2006-ന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക്. എന്നാൽ ഇവിടെയുള്ള ഈ രേഖകൾ മുഴുവൻ കാണിക്കുന്നത് 2007-ആണ്. ഇവിടെ 13/2/2007 ജനിച്ച മുഹമ്മദ് സിനാൻ ടി എന്ന് പറയുന്ന കുട്ടി ഇവിടുത്തെ വോട്ടറാണ്. പത്രക്കാർക്ക് ഇതിന്റെ കോപ്പി തരാം. അടുത്തത് 4/5/2000 അഡ്രസ് കൂടി പറയാം. സെലീന LK, അത് 4/5/2007 ജനിച്ച ഫാരിഷ സഫ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട്. അതുപോലെ തന്നെ ഫൗസിയ VK, മുഹമ്മദ് നിഹാലിയം, അതുപോലെ തന്നെ 4/10/2007 ജനിച്ച മുഹമ്മദ് നിഹാലിന് ഈ നഗരസഭയിൽ വോട്ടുണ്ട്. 26/2/2007 ജനിച്ച ഫാത്തിമ ഹിബക്ക് ഈ നഗരസഭയിൽ വോട്ടുണ്ട്. അതുപോലെ 21/6/2007 ജനിച്ച ഫാത്തിമ നസ്ർ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ നഗരസഭയിൽ വോട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും വോട്ടുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ നെറ്റിൽ നിന്ന് പരിചയമെടുത്തതാണിത്? ഇവിടെ വ്യാപകമായ 100 കണക്കിന് വോട്ടുകൾ ഇവിടെ DYFI ആളുകൾ ചേർത്തിട്ടുണ്ട്. ഇവരൊക്കെ നേരം എടുത്താൽ ഒരു മാറ്റവുമായി നഗരസഭയിൽ കടന്നു വരികയാണ്. എല്ലാവർക്കും എല്ലാ സമയത്തും ഊടും ഉറക്കും വഹിച്ച് നോക്കി നിൽക്കാൻ കഴിയില്ല. UDF-ന്റെ പ്രവർത്തകരെ കണ്ണു തെറ്റിയാൽ ഈ ശിവു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അവിടെ ഇരുന്ന് അവർ കുശലം പറഞ്ഞ് ഈ രേഖകൾ മാറ്റിവെച്ച് ഇവിടെ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് മലപ്പുറത്തെ നഗരസഭയിൽ വോട്ട് ചോരിയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വോട്ട് ചോരി വെച്ച് പൊറിപ്പിക്കാൻ UDF സന്നദ്ധമല്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഹൈക്കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ കേരള വരെ ഞങ്ങൾ പോകുമെന്ന കാര്യം സംശയമില്ല. ഞങ്ങൾക്കറിയില്ല ഏതാണ്ട് 100 കണക്കിന് വോട്ടുകൾ മലപ്പുറം നഗരസഭയിൽ തോൽവി വായുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരൻ ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങളിൽ വലിയ കുട്ടികൾ പോലും അറിയാതെ അവരുടെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് നഗരസഭയിൽ കള്ളവോട്ട് ചേർത്തിരിക്കുകയാണ്. ഇത് ശക്തമായ പിന്തുണ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്ന് മാത്രമേ ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിന്റെ ഓരോ കോപ്പി പത്രപ്രവർത്തകർക്ക് ഇവിടെ നൽകാനിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ 2025-ന് 1/1/2025 പ്രായപൂർത്തിയായവർക്ക് മാത്രം വോട്ടവകാശമുള്ളിടത്ത് എങ്ങനെയാണ് 2006-ന് ശേഷം ജനിച്ചവർക്ക് വോട്ടുണ്ടായത് എന്ന് പറയാനും അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ട്. വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു, ഇത് കൃത്യമായൊരു നെക്സസ് ആണ്. ഇവിടെയുള്ള DYFI-യുടെ ചില നേതാക്കന്മാരും CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടി ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തി ഈ മുനിസിപ്പാലിറ്റിയിൽ സൂപ്രണ്ടായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം അവർ തമ്മിലുള്ള ഒരു നെക്സസ് ആണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിൽ ഇവിടെയല്ല പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിച്ച ഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തുകയാണ്. ഇവർ പിന്നെ വാർഡ് വിഭജനത്തിൽ ഇടപെട്ടു. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 1-ലധികം കേസ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിലുണ്ട്. കേരള ഹൈക്കോടതി പ്രാഥമികമായി തന്നെ ഒബ്സർവ് ചെയ്ത സമയത്ത് അതിനകത്ത് മെറിറ്റ് ഉണ്ടെന്ന് കണ്ട് അടുത്ത ദിവസത്തേക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വാർഡ് വിഭജനത്തിൽ ഇവർ ഈ രീതിയിലുള്ള തെറ്റ് കാണിച്ചു. ഇപ്പൊ ഇതാ വോട്ടർ പട്ടിക ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു, ഇവിടെ ബാബ പറഞ്ഞ പോലെ തുടക്കം മുതൽ പറഞ്ഞു, ഇതിനകത്ത് ക്രമക്കേടുണ്ട്, വ്യാപകമായ ക്രമക്കേട് നടക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയമായ നിലപാട് വഴി ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ അതിനനുകൂലമായി നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഈ രേഖ നൽകുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾ ഈ സമീപ പ്രദേശത്തുള്ള ആളുകളാണ്, പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവരോട് ചോദിക്കണം, ഇവരറിഞ്ഞാണോ ഈ ഡോക്യുമെന്റ്? ഇവരിവിടെ വന്നതാണ്, ഈ കുട്ടികളിവിടെ ഹിയറിംഗിന് വന്ന ആളുകളാണ്, അവർക്കറിയില്ല അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്നുള്ളത്. മാത്രമല്ല ഇവിടെ കാണുന്ന ഒരു സ്ഥിതി, സാധാരണ വോട്ട് ചേർക്കാൻ വരുന്നവരാണ് ഡീറ്റെയിൽ കൊണ്ടുവരിക. ഈ 3 വാർഡിലേത് ഇവർ 3 പേരും കാവൽ നിൽക്കുകയാണ്. ഫയൽ തുറക്കുക, ഡോക്യുമെന്റ് കൊടുക്കുക. എല്ലാ വാർഡിലെ ആളുകളുടെയും ഡോക്യുമെന്റ് ഇവരുടെ കയ്യിൽ എങ്ങനെ എത്തി? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഈ 3 ആളുകൾ ഈ ക്യാബിനിൽ നിന്ന് പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ തുടങ്ങിയത് മുതൽ അവരുടെ ഫയലിൽ ഇല്ലാത്ത രേഖകളില്ല. ഇവരുടെ ഫയൽ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കണം.
ഇവരുടെ വ്യാപകമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കണം. വ്യാജരേഖ ചമച്ചതിന് ഇവർക്കെതിരെ നിയമപരമായി കേസെടുക്കണം. ഞങ്ങൾ DGPക്ക് നൽകും, ഇലക്ഷൻ കമ്മീഷൻ നൽകും, കലക്ടറെ കാണും. ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ കാണുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഡോക്യുമെന്റുകൾ പത്രക്കാർക്ക് നൽകാം. നിങ്ങളിത് പരിശോധിക്കണം. ഇതിൽ വിശദമായ അഡ്രസ് ഉൾപ്പെടെയുള്ളതുണ്ട്. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിന്റെ ഗതിക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഫാത്തിമ നസ്രീന്റെ ഡോക്യുമെന്റ് എല്ലാവർക്കും നൽകാം. പത്രക്കാർക്ക് വാട്സാപ്പിലിടാം, ഇപ്പടാം. എല്ലാവരുടെയും PDF ഇപ്പൊ തന്നെ മീഡിയ ഗ്രൂപ്പിൽ ഇട്ടോളാം. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ. അതെ